ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ, പോയിട്ടില്ല. അപ്പോൾ 2 ആഴ്ച നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ്, രാവിലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എഴുന്നേറ്റത്. അച്ചൂട്ടനാണെങ്കിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അച്ചൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. പച്ചൂട്ടന് എണീക്കണതിന് മുന്നേ പല്ലൊക്കെ തേക്കാമെന്ന് വിചാരിച്ചു. പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന്, അല്ലെങ്കിൽ ആൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മൂശാട്ടം ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നെന്നും പറഞ്ഞുകൊണ്ട് കരയും. പിന്നെ പല്ലൊന്നും തേക്കാനായിട്ട് ആൾ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ എണീക്കണതിന് മുന്നേ പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എണീക്കുമ്പോഴത്തേനും ഓക്കെ ആവുമല്ലോ. അപ്പോൾ പിന്നെ കരച്ചിലും ബഹളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മോർണിംഗ് റുട്ടീനായിട്ട് ഞാൻ മുഖം കഴുകുമ്പോൾ രാവിലെ പയറുപൊടി ഇട്ടാണ് കേട്ടോ മുഖം കഴുകണത്. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. വീട്ടിൽ വെച്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് അതൊന്ന് സ്റ്റോപ്പായി പോയി. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ പയറുപൊടി ഇട്ടിട്ടൊന്ന് മുഖം ഒന്ന് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. രാവിലെ ഞാൻ ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട് കേട്ടോ, കട്ടൻ ചായ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചായ കുടി ഇപ്പം ഇല്ല. അവിടെ ചേട്ടൻ്റെ വീട്ടിലാകുമ്പോൾ ചായ കുടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചായ കുടിയൊക്കെ നിന്നു. അപ്പോൾ അച്ചൂട്ടൻ പതുക്കെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നോക്കുകയാണ്. ഉറക്കക്ഷീണം മാറിയിട്ടില്ല. ആ ഒരു ഇതിലാണ് നോക്കുന്നത്. അമ്മ എൻ്റെ വീഡിയോ എടുക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ നോക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഓക്കെ ആയിട്ടോ. എണീറ്റ് കഴിഞ്ഞ് ഇതാണ് ആൾക്ക് പണി. പോയി സ്വിച്ച് ഇടുക. എല്ലാ ലൈറ്റും തെളിയണ സ്വിച്ചാണ് ആദ്യം പോയി കൈ തൊടണത്. അതിനുശേഷം ഫാനിൻ്റെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ വഴക്ക് പറയണ്ടോയെന്ന് അറിയാൻ വേണ്ടി എൻ്റെ നേരെ നോക്കിയിരിക്കണേയാണ് ടച്ചോട്ട്. അപ്പോൾ വെയിലൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു രാവിലെ തന്നെ. ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ വെയിൽ കിട്ടും കേട്ടോ. ഒരു ഉച്ചയ്ക്ക് ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിലേക്കാണ് വെയിൽ വരുന്നത്. അപ്പോൾ അച്ചൂടിനുള്ള കുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അച്ചൂടിന് കൊടുക്കും. അതുകൂടാതെ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 9:30 10 മണിയൊക്കെ ടൈമിൽ അവൻ്റെ കുളി കഴിയും. കുളി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അച്ചൂട്ടിന് കുറുക്ക് കൊടുക്കും. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരോട് ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരുടെ ഒപ്പം ഭയങ്കര വർത്താനവും ഒക്കെ ആയിരുന്നു കേട്ടോ അച്ചൂട്ടൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അച്ചൂടിൻ്റെ അമ്മാമ്മ അച്ചൂടിനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അച്ചൂടിനുള്ള കുറുക്ക് ഉണ്ടാക്കിയപ്പോൾ ആൾക്കൊരു മുട്ടയും പുഴുങ്ങി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മുട്ട കൂട്ടി ചോറ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ അച്ചൂടിന് ദോശയും സാമ്പാറും കൂട്ടിയാണ് കൊടുക്കണേ. അപ്പോൾ എരിവില്ലാത്ത കറി, കറികളിൽ മസാല ഇല്ലാത്ത കറിയാണെങ്കിൽ അച്ചൂടിന് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കില്ല, തുപ്പിക്കളയും. അപ്പോൾ ഇച്ചിരി നമ്മൾ കഴിക്കുന്ന രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നല്ലപോലെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ദോശ അത്യാവശ്യം 3/4 കഷ്ണമുള്ള ആൾ കഴിച്ചു. അവൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും ഇപ്പോൾ ഫുഡ് കഴിക്കണതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. അച്ചൂടിന് ഫുഡ് കൊടുക്കണ ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. ആൾ ഭയങ്കര സ്ലോ ആണ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 10 മണി ആളെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം ഞാനപ്പോൾ തലയിൽ കറ്റാർവാഴ തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ നട്ടു വളർത്തിയ കറ്റാർവാഴ ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അമ്മ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കണായിരുന്നു. അതുപോലെ മുഴുത്ത കറ്റാർവാഴയുണ്ട്. പിന്നെ ചെറിയ അതായത് അധികം വലിപ്പമില്ലാത്ത സൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് കേട്ടോ 2 എണ്ണം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനങ്ങനെ 2 എണ്ണം അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കത്തി വെച്ച് കട്ട് ചെയ്തില്ല, കൈകൊണ്ട് തന്നെ ഒടിച്ചെടുത്തപ്പോഴത്തേന് പോകുന്നു. അപ്പോൾ കുറച്ച് നേരം അവൻ ചാരി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മഞ്ഞക്കറ പോയി കിട്ടുമല്ലോ. മഞ്ഞക്കറ എല്ലാവർക്കും ഒന്നും സ്യൂട്ടബിൾ ആവുമല്ലോ. അപ്പോൾ അത് പോയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ തേക്കാം. അപ്പോഴാണ് ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിക്കാണ്ട്. ഇന്നലെ അച്ചൂടിന് വേണ്ടിയിട്ട് അപ്പം മേടിച്ചുകൊണ്ട് വന്ന ഐസ്ക്രീമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഇച്ചിരി കഴിക്കാണ്ടാവുമ്പത്തേനും അച്ചൂടിനും വേണം. അപ്പോൾ അച്ചൂടിന് ഞാൻ ഒരു 2 സ്പൂണേ കൊടുത്തുള്ളൂ. അധികം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഐസ്ക്രീമൊന്നും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതും കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല വെയിലായിട്ടുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ, ചുട്ടുപൊള്ളണ വെയിലായിരുന്നു കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് വരെ നല്ല വെയിൽ കിട്ടും. ഭയങ്കര ചൂടുമായിരിക്കും. അപ്പോൾ ഞാൻ തലയിൽ എണ്ണയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അച്ചൂടിന് ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട്. അപ്പോൾ ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ചാൽ കറ്റാർവാഴ തലയിൽ തേക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ എണ്ണയൊക്കെ മേടിച്ചെടുത്തിട്ടോ. നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കും. മുടിയാണെങ്കിൽ അത്യാവശ്യം ഊരി പോരുന്നുണ്ടായിരുന്നു കേട്ടോ.
അത്യാവശ്യം മുടി ഊരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കറ്റാർവാഴ തലയിൽ തേക്കാമെന്ന് വിചാരിച്ചു. കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്യൂസാക്കിയപ്പോൾ ഞാൻ തലയിൽ വെച്ച് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആവാറായി കേട്ടോ. ആ ചൂടിന് ഉറക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും ആളെ എഴുന്നേറ്റ് പോന്നു കേട്ടോ. ഉറക്കം ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ആ ചൂടിന് പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നാണ് ചെയ്തത്. കാരണം അല്ലെങ്കിൽ പാത്രം എടുക്കാനായിട്ട് വരും. ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേനും എടുക്കാനായിട്ട് വന്നിട്ട ആൾ. അപ്പോൾ അങ്ങനെ തലയിൽ കറ്റാർവാഴയൊക്കെ വെച്ച് സെറ്റായി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് എന്നിട്ടും അച്ചൂട്ടൻ ഉറങ്ങിയിട്ടില്ല. അച്ചൂട്ടൻ എൻ്റെ ഒപ്പം നിന്ന് ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മല്ലു സിംഗ് ആയിരുന്നു കേട്ടോ ടി വിയിൽ സിനിമ. അപ്പോൾ ആളതിലെ പാട്ടും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. ആൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കണ്ണിമ വെട്ടാതെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിലൊക്കെ ആറി കഴിഞ്ഞപ്പോഴത്തേനും സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പഴയ ഫോൺ അച്ചൂട്ടൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ഹലോ വിളിക്കണമായിരുന്നു കേട്ടോ. നമ്മളൊക്കെ വിളിക്കണ കണ്ടാണ് ആളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ചൂട്ടൻ്റെ അമ്മാമ്മയും മാമനും കൂടെ വരുന്നുണ്ട്. അമ്മ അങ്കവാടി പോയിട്ട് തിരിച്ച് പോന്നുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചിക്കനും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വെച്ച്. അപ്പോൾ നമ്മളങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് ബിരിയാണിയാണ് രാത്രി എല്ലാവരും കഴിച്ചത്. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ ബൈ ബൈ.